മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം കേന്ദ്ര സർക്കാർ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചു. കേരളത്തിന്റെ ആവശ്യം ആഭ്യന്തര മന്ത്രാലയം അംഗീകരിച്ചു. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി 5 മാസത്തിന് ശേഷമാണ് ഈ പ്രഖ്യാപനം. ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ലെന്ന് ടി സിദ്ദിഖ് MLA പറഞ്ഞു. അടിയന്തര ധനസഹായം അടക്കമുള്ള കാര്യങ്ങളിൽ പ്രഖ്യാപനം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതായത് ഡിസാസ്റ്റർ ഓഫ് സിവിയർ നാച്ചർ ആയി പ്രഖ്യാപിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. അതിന്റെ കൂടെ 1 ലോൺ എഴുതി തള്ളാനുള്ള നടപടി, 2 അടിയന്തരമായിട്ടുള്ള ധനസഹായം, 3 പുനരധിവാസം റീഹാബിലിറ്റേഷൻ പൂർണ്ണതോതിലാക്കി മാറ്റാൻ ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം. 5 മാസം എടുത്തു ഈ ഒരു പ്രഖ്യാപനത്തിന്. നീതീകരിക്കാൻ കഴിയാത്തതായിട്ടുള്ള ടൈം ഡിലേ ആണ് ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നത്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഇനി ഇതിനെ തുടർന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ പ്രത്യേകം പെട്ടെന്ന് നടപ്പിലാക്കാനുള്ള അടിയന്തര നടപടി കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതിൽ സന്തോഷമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കേരളം കണ്ട, രാജ്യം തന്നെ കണ്ട ഏറ്റവും വലിയ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിക്കണം, പ്രഖ്യാപിക്കണമെന്ന കേരളത്തിലെ ജനങ്ങളുടെ ഒറ്റക്കെട്ടായ ആവശ്യം കേന്ദ്രം അംഗീകരിച്ചു എന്നറിയുന്നതിൽ കേരളത്തിലെ ജനങ്ങൾക്ക് തീർച്ചയായും സന്തോഷിക്കാം. അപ്പോൾ ഇനി അങ്ങോട്ട് അതിവേഗതയിൽ അതിൻ്റെ പുനരധിവാസ പ്രവർത്തനം, വീട് നിർമ്മാണം ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ലോകത്തിന് മാതൃകയാവുന്ന രീതിയിലൊരു പുനരധിവാസ പ്രവർത്തനമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ടൗൺഷിപ്പാണ് ഉദ്ദേശിക്കുന്നത്, 2 ടൗൺഷിപ്പാണ് ഉദ്ദേശിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, കേന്ദ്ര സർക്കാരിൽ നിന്ന് കേരളത്തിന് ഔദ്യോഗികമായി ഇത്തരം ഒരു അറിയിപ്പ് കിട്ടി. ഇനി ഇതിലൊരു നോട്ടിഫിക്കേഷൻ, ഇത് നോട്ടിഫൈ ചെയ്ത് വരേണ്ടതുണ്ട് എന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണ് അതിൻ്റെ നടപടിക്രമമെന്ന് അറിയുന്നു. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുണ്ടോ? ചീഫ് സെക്രട്ടറിയുടെയോ മറ്റോ ഇക്കാര്യത്തിൽ എന്തെങ്കിലും പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ അത്തരം പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ നിലവിൽ ഇത്തരത്തിൽ ഇതിന് നോട്ടിഫൈ ചെയ്യേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഒരു മറുപടി മാത്രമാണ്. അതായത് റവന്യൂ ദുരന്ത നിവാരണ വകുപ്പുകളുടെ ചുമതലയുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ ഈ മാസം 28-ന് കേന്ദ്രത്തിന് ഒരു കത്ത് അയക്കുന്നു. ഈ കത്ത് പ്രകാരം വയനാട് ദുരന്തം അത് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള നടപടികൾ ഏതുവരെ ആയി എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ഈ കത്ത്. ഈ കത്തിനുള്ള മറുപടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കത്തിന് മറുപടി നൽകിയിരിക്കുന്നത് ആഭ്യന്തര മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ രാജേഷ് ഗുപ്തയാണ്. ഈ മറുപടിയിലാണ് ഇത് സിവിയർ ദുരന്തം, അതായത് അതിതീവ്ര ദുരന്തം തന്നെയാണ് എന്ന് സമ്മതിച്ചിരിക്കുന്നത്. പക്ഷേ ഇനി കേന്ദ്രം ഇത് നോട്ടിഫൈ ചെയ്യും. അത് നോട്ടിഫൈ ചെയ്യാനുള്ള നടപടി ഉടൻ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. നേരത്തെ തന്നെ കേന്ദ്രം ഇത് ഹൈക്കോടതിയിലും ഇത് അതിതീവ്ര ദുരന്തം തന്നെയാണെന്ന് സമ്മതിച്ചിരുന്നു. കൂടാതെ പാർലമെന്റിൽ മറുപടി നൽകുമ്പോഴും ഇത് അതിതീവ്ര ദുരന്തം തന്നെയാണെന്ന് സമ്മതിച്ചിരുന്നു. പക്ഷേ ഔദ്യോഗികമായ ഒരു അറിയിപ്പും സംസ്ഥാനത്തിന് നൽകിയിരുന്നില്ല. ആ സാഹചര്യത്തിൽ കൂടിയാണ് ടിങ്കു ബിസ്വാൾ ഇത്തരം ഒരു ചോദ്യം കേന്ദ്രത്തോട് ഉന്നയിച്ചത്. ആ കത്തിന് മറുപടി മാത്രമാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇനി നോട്ടിഫൈ ചെയ്ത് ഉത്തരവായി വരും. എന്തായാലും അതിനൊരു കാലതാമസം ഉണ്ടാവില്ല. ആ ഉത്തരവായി വരുന്നതുവരെ കാത്തിരിക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടുമാണ് സംസ്ഥാനത്തിനുള്ളത്. സ്വാഭാവികമായി സംസ്ഥാനം തുടർ നടപടികളിലേക്ക് കടക്കും. നിലവിൽ PDNA പ്രകാരം അടക്കം 2219 കോടിയുടെ ധനസഹായമാണ് കേന്ദ്രത്തോട് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഇത് പൂർണ്ണമായി അനുവദിക്കുമോ എന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അതിതീവ്ര ദുരന്തമായി അംഗീകരിച്ച സാഹചര്യത്തിൽ പൂർണ്ണമായി അനുവദിച്ചില്ല എങ്കിൽ പോലും വലിയ രീതിയിലുള്ള കുറവുണ്ടാകില്ല എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതുകൂടാതെ മറ്റ് പ്രധാനമായി വിവിധ വകുപ്പുകളുടെ സഹായം ഇതേ തുടർന്ന് കിട്ടുമെന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. എന്തായാലും അക്കാര്യത്തിൽ കേന്ദ്ര സഹായം അതിന് കളമൊരുങ്ങുന്നു എന്നതാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ അയച്ച കത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അതിന് തുടർ നടപടികൾ വേഗത്തിൽ ഉണ്ടാകണമെന്നാണ് സംസ്ഥാനം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.